ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനിടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ 2 പേർ മരിച്ചു. ഡയാലിസിസ് ചെയ്യുന്നതിനിടെ 6 പേർക്ക് വിറയലും ഛർദിയും ഉണ്ടായി. ഇതിൽ 2 പേരാണ് മരിച്ചത്. കായംകുളം ഹരിപ്പാട് സ്വദേശികളാണ് മരിച്ച 2 പേർ. ഒരേ സമയം 7 പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമാണ് ആശുപത്രിയിലുള്ളത്. 29-ന് രാവിലത്തെ ഷിഫ്റ്റിൽ ഡയാലിസിസ് ചെയ്യുന്നതിനിടെ വിറയലും ഛർദിലും ഉണ്ടായ 3 പേരെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത്. ഇതിൽ കായംകുളം പുതുക്കാട് വടക്കതിൽ മജീദിനെയും മറ്റൊരു രോഗിയെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ ICU ബെഡ് ഇല്ലാത്തതിനാൽ ഹരിപ്പാട് വെട്ടുവേനി ചാക്കനാട്ട് രാമചന്ദ്രൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇദ്ദേഹവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ മജീദുമാണ് മരിച്ചത്. മജീദ് 30-ന് രാത്രിയും രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം രാവിലെയുമാണ് മരിച്ചത്. മറ്റൊരാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 2 ഷിഫ്റ്റുകളിലായി ഡയാലിസിസ് ചെയ്യുന്നതിനിടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ മറ്റ് 3 പേർ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടതായി അധികൃതർ അറിയിച്ചു. മരണത്തിന് കാരണം അണുബാധയാണെന്നാരോപിച്ച് രാമചന്ദ്രന്റെ ബന്ധുക്കൾ ആശുപത്രിയിലെത്തി പരാതി നൽകി. രമേശ് ചെന്നിത്തല MLA മന്ത്രി വീണ ജോർജിന് പരാതി നൽകിയതിന് പിന്നാലെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതേസമയം ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് താൽക്കാലികമായി അടച്ചു. ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ജലത്തിൽ നിന്നാണ് അണുബാധയുണ്ടായതെന്ന സൂചനയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.